നമസ്കാരം. കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടും സർജനും ഡോക്ടർക്കുമെതിരെ തുടർ നടപടിയില്ല. കൊല്ലം ചാത്തന്നൂർ സ്വദേശിയായ ഹദീസിന്റെ പരാതിയിലാണ് കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മേവറം അഷ്ടമുടി സഹകരണ ആശുപത്രി ന്യൂറോ സർജനായ ജേക്കബ് ജോൺ, ഡോക്ടർ അഞ്ജലി എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരത്തെ കുളത്തൂരിലെ സമാന കേസിൽ ഡോക്ടർമാരുടെ അറസ്റ്റ് അടക്കം നടന്നു. പക്ഷേ കൊല്ലത്ത് ഒന്നും നടന്നില്ല. ശസ്ത്രക്രിയയെ തുടർന്ന് പരാതിക്കാരന്റെ കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടെന്നാണ് പരാതി. ഹഫീസിനെ പരിചയക്കുറവുള്ള വനിതാ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്നും ആന്റിബയോട്ടിക്സ് നൽകാതിരുന്നതിനാൽ മുറി ഉണങ്ങിയില്ലെന്ന ആരോപണവുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ചാത്തന്നൂർ എംഎൽഎയും CPI നേതാവുമായ ജയലാലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രി ആയതിനാൽ കേസ് അട്ടിമറിക്കാനുള്ള സാധ്യതയുണ്ടെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. മുമ്പ് ലോകപ്രശസ്തനായ മലയാളി ഡോക്ടറെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ശ്രമം നടന്നിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് കൊടുക്കാൻ ശ്രമിച്ചത് മേവറം അഷ്ടമുടി സഹകരണ ആശുപത്രിയെ അന്യായമായി സ്വന്തമാക്കാൻ ശ്രമിച്ചവരുടെ ഗൂഢാലോചനയാണ്. CPIയുടെ ഇടപെടലാണ് അന്നും സമൂഹം ചർച്ച ചെയ്തത്. ഇപ്പോൾ ചികിത്സാ പിഴവിൽ ആ ആശുപത്രിയുടെ പേരിൽ കേസെടുത്തിട്ടും പോലീസ് നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. ഹഫീസിന് ഒരു വർഷമായി ഇടത് കൈയിൽ കാർപ്പൽ ടണൽ സിൻഡ്രോം ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഏപ്രിൽ 23-നാണ് ഹഫീസ് മേവറം അഷ്ടമുടി സഹകരണ ആശുപത്രിയിലെത്തുന്നത്. ന്യൂറോ സർജനായ ജേക്കബ് ജോണാണ് പരാതിക്കാരനെ പരിശോധിക്കുന്നത്. ഇടത് കൈവിരലിലേക്കുള്ള പ്രധാന ഞരമ്പിൽ കൊഴുപ്പടിഞ്ഞതിനെ തുടർന്ന് രക്തയോട്ടം കുറഞ്ഞത് വിരലുകളുടെ ചലനശേഷി ഇല്ലാതാക്കിയെന്നും ഇയാൾ പരാതിക്കാരനോട് പറഞ്ഞു. കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തണമെന്നതായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. ഇൻസുലിൻ ഉപയോഗിക്കുന്ന ഡയബറ്റീസ് രോഗി കൂടിയായ ഹഫീസിന്റെ ശസ്ത്രക്രിയ ഏപ്രിൽ 25-നാണ് നടത്തിയത്. പ്രധാന ഡോക്ടർ ശസ്ത്രക്രിയ നേരിട്ട് നടത്തുമെന്നാണ് ഹഫീസിന്റെ ബന്ധുക്കളോട് ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 2 വനിതാ ഡോക്ടർമാരാണ് ശസ്ത്രക്രിയ നടത്തിയതെന്ന് ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. ജേക്കബ് ജോണിന്റെ നിർദ്ദേശപ്രകാരം ഡോക്ടറായ അഞ്ജലിയാണ് പരാതിക്കാരന്റെ ഇടം കൈയിലെ കൊഴുപ്പ് നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയതെന്നും പരാതിയിൽ പറയുന്നു. ശസ്ത്രക്രിയയിലുണ്ടായ പിഴവ് മൂലം കൈയിൽ അസഹനീയമായ വേദന ഉണ്ടാവുകയും ചലനശേഷി നഷ്ടമായെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. ശസ്ത്രക്രിയയെ തുടർന്ന് ഹഫീസിന്റെ കൈയിൽ 16ഓളം തുന്നലുകളാണ് ഉണ്ടായിരുന്നത്. ഈ മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. കൈ അനക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് ഹഫീസ് പറയുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആന്റിബയോട്ടിക്സ് നൽകാതിരുന്നതിനാൽ മുറിവ് ഉണങ്ങിയില്ല. പാരസെറ്റമോൾ ഗുളികൾ അമിതമായി നൽകിയതായും വെള്ളം ആവശ്യപ്പെട്ടിട്ട് നൽകാതിരുന്നതായും ആരോപണമുണ്ട്. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം തന്നെ ഹഫീസിനെ ഡിസ്ചാർജ് ചെയ്തിരുന്നു. ഒബ്സർവേഷൻ റൂമിൽ ഡോക്ടർ അപമര്യാദയായി പെരുമാറിയെന്നും ആവശ്യമായ പരിചരണം ലഭിച്ചില്ലെന്നും ഹഫീസ് പറയുന്നു. വീട്ടിലെത്തിയ ശേഷം വേദന തുടർന്നതിനാൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു. ഇതോടെയാണ് ചികിത്സാ പിഴവിനെ പറ്റി ബന്ധുക്കൾക്ക് മനസ്സിലാകുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ വെച്ചാണ് മുറിവിന് ആന്റിബയോട്ടിക്സ് നൽകിയത്. മുറിവ് ഇനിയും ഉണങ്ങാത്തതിനാൽ ഹഫീസിന് ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചിട്ടില്ല. ഹഫീസിന്റെ ചികിത്സ ഇപ്പോഴും തുടരുകയാണ്. ചികിത്സാ പിഴവ് കാട്ടി കൊല്ലം കമ്മീഷണർക്കും കൊട്ടിയം പോലീസിനും ഹഫീസിന്റെ ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. ചികിത്സ നടത്തിയ ഡോക്ടർമാരുടെ യോഗ്യതയടക്കമുള്ള വിവരങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കൊട്ടിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 125 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ സമാനമായ ചികിത്സാ പിഴവുകൾ മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന വിവരം അറിയുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാന ഡോക്ടറും മറ്റ് 2 വനിതാ ഡോക്ടർമാരും ശസ്ത്രക്രിയയിൽ പങ്കെടുത്തെന്ന് ആശുപത്രി രേഖകൾ പറയുന്നുവെന്ന് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ വാദം നേരത്തെ കുടുംബം തള്ളിയിരുന്നു.